ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പുതിയൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. 9 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 38 ലക്ഷം രൂപയ്ക്ക് പണിതിട്ടുള്ള ഒരു വീടാണിത്. ഈ ഒരു വീട് കോട്ടക്കലാണ്. കോട്ടക്കൽ അഷ്കർ ഖാൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് വീട് കാണാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടൊരു ഡിസൈനാണ്. ഈ ഒരു പർഗോള കൊടുത്തിട്ട് അതിൻ്റെ ടോപ്പിൽ ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും ടോപ്പിൽ GI സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങും വീട് ഫുള്ളായിട്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മോർഷന വൈറ്റ് മാർബിൾ യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് ഡബിൾ ഡോറിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. വിൻഡോസും അതുപോലെ ഡോറുകളെല്ലാം തന്നെ ടീക്ക് വുഡണിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂമുകളും ഒരു കിച്ചണ്, ഒരു മെയിൻ ഹാള്, പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ വലത് ഭാഗത്തായിട്ടാണ് വീടിൻ്റെ ലിവിങ് ഏരിയ ഉള്ളത്. അപ്പോൾ ലിവിങ് ഏരിയയും ഹോളും തമ്മിൽ ചെറിയൊരു പാർട്ടീഷൻ കൊടുക്കുന്നത് ഈ 2 സൈഡിൽ കാണുന്ന ഈ ഒരു ഡിസൈനാണ്. ഇത് ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് സോളിഡ് ബ്ലോക്ക് വെച്ചിട്ടാണ്. അതിലൊരു വുഡൻ പെയിൻറ് കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയുടെ മുകളിൽ വരുന്ന സീലിംഗ് വർക്കാണിത്. ഇവിടെ ആയിട്ടൊരു L ഷേപ്പിൽ സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വുഡൻ സോഫ സെറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഫുൾ കളർ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ കളർ വന്നിട്ടുള്ളത്. ഇതാണ് ഹോളിൻ്റെ നേരെ മുകളിൽ കൊടുത്തിട്ടുള്ള സീലിംഗ് ആണിത്. ഈ ഒരു സീലിംഗ് വർക്ക് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ജിപ്സം ഫോൾ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ഹോളിൽ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 8 ചെയർസ് ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതൊരു വുഡൻ ടേബിളിൽ മുകളിൽ വന്നിട്ടുള്ളത് ഒരു ഗ്ലാസ് ആണ്. ഹോളിൽ നിന്ന് ഇതാ ഈ കാണുന്ന സൈഡിലേക്ക് വരുന്നതാണ് ഇവിടുത്തെ കിച്ചണിലോട്ടുള്ള ഡോറ്. അപ്പോൾ കിച്ചണിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ച് ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. അപ്പോൾ ഈ ഒരു കിച്ചണിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കോമൺ ബാത്റൂം ഉള്ളത്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. വീടിൻ്റെ സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് വാഷ് ബേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു വാഷ് ബേസാണ്. മുകളിൽ മിററൊക്കെ വെച്ചിട്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമുകൾ നോക്കാം. അപ്പോൾ 2 ബെഡ്റൂമുകളാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഭാഗത്തെ ബെഡ്റൂം നോക്കാം. ഇത് ആ ഡൈനിങ് ഏരിയയുടെ അടുത്തായിട്ട് വരുന്ന ബെഡ്റൂമാണിത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ ബെഡ്റൂമുകളുടെ ഡോറൊക്കെ വുഡനിൽ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു സെൻറ്റർ ഭാഗം മാത്രമാണ് പ്ലൈവുഡിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി ബാത്റൂമിനെല്ലാം തന്നെ UPVC ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി
നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഇവിടുത്തെ സ്റ്റെപ്പുകളൊക്കെ തന്നെ മാർബിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹാൻഡ് റെയിൽ സ്റ്റീല് വുഡനിലൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂമുകളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് മാർബോണൈറ്റിലാണ്. ഈ ഒരു ഭാഗത്തായിട്ട് പുറത്തേക്ക് ബാൽക്കണിയിലോട്ടുള്ള ഒരു ഡോറും പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോറാണ്. പിന്നെ നേരെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു നേരെ കാണുന്നതും ഒരു ബെഡ്റൂമിലേക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബെഡ്റൂം നോക്കാം. ഈ ഒരു ബെഡ്റൂമിലെ ബാത്റൂമാണ്. അപ്പോൾ അധിക ബാത്റൂമുകളും തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു ആഷ് വൈറ്റ് കളറിലാണ് ടൈലുകൾ വന്നിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം. അപ്പോൾ എല്ലാ ബെഡ്റൂമുകളിലും വാർഡ്രോബിൻ്റെ വർക്കുകൾ ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ വേണ്ടിയിട്ട് വോൾസിലൊക്കെ തന്നെ അതിൻ്റെ ഒരു സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് ബാത്റൂം വരുന്നത്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണിയിലോട്ടുള്ള ഡോറ്. അപ്പോൾ നല്ല വലിയൊരു ബാൽക്കണിയാണ്. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ ഹോളിൽ നിന്നാണ് പുറത്തേക്ക് ഓപ്പൺ ടെറസിലോട്ടുള്ള ഡോറ്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടില്ല. ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് ഭാഗം. അതുപോലെ തന്നെ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ആ ഒരു കിച്ചൺ ടൂർ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കിച്ചൺ ടൂർ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇതുപോലത്തെ ഹോം ടൂർ വീഡിയോസും ഈ ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.